1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത്. ഈ പിതൃപാരമ്പര്യം എന്ന് പറയുന്നതിന് അവിടെ എഴുതിയിരിക്കുന്ന ഫ്രം യുവർ ഫാദേഴ്സ്, പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നത്. നാട്ടിന് പ്രയാസമായിട്ടൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടാൽ ഡോക്ടർ ആദ്യം ചോദിക്കും, അപ്പനോ വല്യപ്പനോ വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും, ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം ഇങ്ങനെ പിതാക്കന്മാരാൽ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്ന ചിലതുണ്ട്. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ഇതൊരു ചെയിനാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളും ഒരു കണ്ണിയാണ്. അപ്പനപ്പന്മാരായ അമ്മ വഴിക്ക് അപ്പം വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ DNA-യിൽ, ആ ലൈനേജിൽ നിങ്ങളും ഒരു കണ്ണിയാണ്. അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂഷൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാകുന്ന കണ്ണിയിൽ യേശുവിൻ്റെ ഒരു തുള്ളി രക്തം വീണാൽ, നിങ്ങളാകുന്ന കണ്ണിയിൽ യേശുവിൻ്റെ രക്തം കഴുകപ്പെട്ടാൽ, അവിടം കൊണ്ട് കർത്താവ് നിങ്ങളെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നീ ഇനി ആ പഴയ ശാപത്തിലല്ല, ആ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ സകല നടപ്പിൽ നിന്നും, ശാപബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ വീണ്ടെടുക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ രക്തം, യേശുവിൻ്റെ പരിശുദ്ധ രക്തം. ശബ്ദമുയർത്തി, യേശുവിൻ്റെ പരിശുദ്ധ രക്തം.